ഇതിങ്ങനെ തന്നെ ഉണ്ടാവും, ഇതിങ്ങനെ തന്നെ ഉണ്ടാവും. ഓനിപ്പോൾ ഷെയ്ക്കിൻ്റെ പേരാ പറയുന്നത്. ഇത് നിങ്ങൾ ഓരോരാളെ പേര് പറഞ്ഞ് കളിച്ചാൽ ഇതിങ്ങനെ നടപടി ആവില്ല മോനെ. 3 എണ്ണത്തിനെയും പിടിച്ച് കോളിലിടാം. ആ ഇതപ്പോൾ ആരുണ്ടാക്കി? ഇത് കാറ്റത്തുനിന്ന് വന്നോ ഈ പ്രശ്നം? നീയാ നീന്റെ ആള് എന്നാ പറയുന്നത്. റോക്സി അല്ല, തൊപ്പി പറഞ്ഞത്. നീയാ നീന്റെ ആള്. അടുത്തൊരു മിനിറ്റ്. ഇതാ പറ ബാ. വീഡിയോ കോൾ ആക്ക്. എല്ലാരും വീഡിയോ കോൾ ആക്ക്. നീ ഫോണ് സ്ക്രീനിൽ കാണിക്കാണ്ട് എല്ലാം നമ്പർ ലീക്ക് ആവും. ഫോണിൽ കാണിക്കാണ്ട് വീഡിയോ കോള്. എന്നിട്ട് ഇതാക്കിയാ മതി. ആദ്യം ഫുൾ സ്ക്രീൻ ഇടുക, എന്നിട്ട് വീഡിയോ കോൾ ഇട്ടിട്ട് വീഡിയോ കോൾ ഓൺ ആയിട്ടാകുമ്പോ മറ്റേ സ്ക്രീൻ ഇടുക. മനസ്സിലായി. നമ്പർ കാണല്ല? ഇല്ല. ഒരു മിനിറ്റ്. ഇതിന്റെ സത്യാവസ്ഥ ഇന്ന് തെളിയിക്കണം. ഇന്ന് തെളിയിച്ചേ പറ്റൂ. ഇത് ആരാന്ന് ഇതിന്റെ ഇടക്ക് കയറി കളിച്ചതെന്നും ആരാന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതെന്നുള്ളതും മനസ്സിലാവണം. ഇത് കുറേ ആയി ഇതിന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ നടക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇതാക്കട്ടെ. ഇല്ല, ഇനി ഞാൻ ആഡ് ചെയ്യുന്നുണ്ടേ ഡോവാനില്. ഇല്ല, നമ്പർ കാണുന്നില്ല. ഞാൻ ഇവരെയും കൂടി ഒന്ന് വിളിക്കട്ടെ, ഈ ഷെയ്ക്കും. ഇല്ല, നിന്റെ നമ്പർ കാണിക്കുന്നില്ല. വന്ന് എല്ലാ മച്ചരി മൂടന്മാരും വന്നിട്ടുണ്ട്. വാ, ചിരിക്കുന്നതാണോ നാറികളെ? അന്നൊരു പെണ്ണ് കേസി കുടുക്കിയിട്ട് മറ്റോനോടുത്തു ഓനേന്ന് കിട്ടണ്ടേ. ബാ എല്ലെണ്ണും ബാ. ഒറ്റ മിനിറ്റ്. അല്ല, നിങ്ങളെ കുടുംബ ടോക്കൊന്നും ഇവിടെ നടക്കൂല. അന്നെ കുടുക്കിട്ട് നിങ്ങൾ ഇവിടെ കുടുംബ ടോക്ക് ചെയ്യുന്ന. ഒറ്റ മിനിറ്റ്. പറ ഇത് ആർക്ക്? ഒറ്റ മിനിറ്റ്. ഇത് ആരാന്ന് ഇത് എന്റെ തലയിൽ ഇട്ടെന്നുള്ള കാര്യം എനിക്ക് അറിയണം. ഇത് ആരാന്ന് എന്റെ തലയിൽ ഇട്ടത്? ഒരുത്തൻ പറയുന്നു ഇവനാന്ന്, വേറൊരുത്തൻ പറയുന്നു ഇവനാന്ന്. ഇത് ആരാന്ന് എന്റെ തലയിൽ ഈ പ്രശ്നം ഇട്ടെന്നത്? ഒരു പെണ്ണ് എന്റെ പേര് കരഞ്ഞോ, ഇവനെ സീനാക്കി, ഇവന് കേറി കളിക്കാൻ പറ്റില്ല. ഇതെല്ലാം പറഞ്ഞത് ആരാ? എന്താണ്? എടാ നാറി, പറ. എടാ ഈ നാറിനെ കട്ട് ചെയ്യും ഞാൻ കേട്ടോ. ഇവൻ ഫണ്ണാക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്. പറ. എടാ ഞാൻ ഇന്റെ കോളില് കട്ട് ചെയ്യുവേ. പറ. ഇത് മാക്ക് പറഞ്ഞതാ നീ പറഞ്ഞത്. നീ ഇപ്പം വിഷയം മാറ്റല്ല. മാക്ക് പറഞ്ഞതാ നീ പറഞ്ഞത്. എടാ ആളെ കിട്ടി. ഈ നായിന്റെ മോനെ എന്നെ കൊടുക്കാൻ വേണ്ടി നോക്കിയത്. പിന്നെ ആളാര്? സംഭവം ഞാൻ പറഞ്ഞുതരാം. സംഭവം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സംഭവം പറയുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നീ കാണണം. ഈ പുച്ചും പളിയും അല്ലാണ്ട് ഇവിടെ സീരിയസ് കാര്യം നടക്കുന്നത്. നിന്റെ എല്ലാം പുച്ചും പളിയും തീട്ട കേസും ഇവിടെ വന്നിട്ട് സംസാരിക്കല്ല. ഞാനൊരു കാര്യം പറയട്ടെ. അടുത്ത പുച്ചായിരിക്കും. വർക്കല ബീച്ചിന്റെ ഫ്രണ്ടിൽ ഒരു റിസോർട്ടിലാണുള്ളത്. മൊത്തം സീൻ ആൾക്കാർ ശരിക്കും തായ്ലൻഡ് പോയ പോലത്തെ സ്ട്രീറ്റാ. ഞാൻ വന്നിട്ടല്ല, അവൻ എന്നോട് പറയണ്ട. അത് വിട്. ആ സംഭവം വിട്. കുഴപ്പമില്ലടാ, കുഴപ്പമില്ല. എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ പൊളിച്ചോ, എനിക്ക് അത് വേണ്ട. എനിക്ക് ഇത് മതി. നിങ്ങൾ പറ, സീൻ പറ. സീൻ പറ മേക്കേ. അതിനെ കാണുമ്പോ തന്നെ ആ ലുക്ക് ഉണ്ട്. വിഷപ്പാമ്പിന്റെ ലുക്ക് ഇവനെ കാണുമ്പോ തന്നെ ഉണ്ട്. ഇത് ജാസിന്ന് മാറിയിട്ട് മാക്കിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പൊ മാക്കല്ലേ ഇതിന്റെ ആള്? മാക്കല്ലേ? ഞാൻ കാര്യങ്ങൾ പറയാം. അതായത് ഞാൻ ഇന്നലെ റഫീഖാന്റെ വീട്ടിൽ നിന്ന് നല്ല സമാധാനത്തില് ബിരിയാണി നെയ്ച്ചോറ് ഇറച്ചിക്കറി തിന്നാണ്. അപ്പാന്ന് തോന്നി ഞാൻ പറഞ്ഞ. അല്ല, ഞാൻ വന്നതിന് ശേഷം പറഞ്ഞ അമ്മ എപ്പോഴോ ഈ മാക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു
നാളെ മുതൽ ഷെമീറിന് ചീട്ട് കളിക്കാൻ പറ്റും തോന്നില്ല. റോക്സാര് ടിക്കറ്റ് വലിച്ചു പറഞ്ഞോ മേക്ക. റോക്സി ടിക്കറ്റ് വലിച്ചു നീ പറഞ്ഞോ? അപ്പൊ ഞാൻ പേടിക്കൂല. നിന്നോട് ആര് പറഞ്ഞു മേക്കെ? നിന്നോട് ആര് പറഞ്ഞു? നീ പറയട്ടെ, ഞാൻ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ചീട്ടിലേക്ക് എമർജി ക്യാഷ് ഫുള്ളായിട്ട് കൊണ്ടുവരാൻ നോക്കുമ്പോ ഷെമീറിന് ബാങ്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ പിന്നെ മൊത്തം പരിപാടി ഇതായില്ലേ, ഫ്ലോപ്പ് ആയില്ലേ? അല്ല നിന്നോട് ആര് പറഞ്ഞു മേക്കെ? നിന്നോട് ആര് പറഞ്ഞു? ചാറ്റ് പറഞ്ഞ എടാ നിങ്ങളാടാ, എടാ നാറികളെ നിങ്ങളാണ് വിഷപ്പാമ്പ്. ഇതെന്താ ഇത് കഥ? എന്തൊരു ട്വിസ്റ്റിലേക്ക് ഇത് പോകുന്നത്? എടാ നിങ്ങളാണ് ആള്. ഞാൻ നിങ്ങളെ എടാ നാറികളെ നിങ്ങളാണ് നിന്റെ ആള്. ഞാൻ നിന്റെ എന്റെ ഇവരെ ഞാൻ സംശയിക്കുന്നത്. എന്ത് താല്പര്യമില്ലാന്ന് ഓരോ ഇതും വലിച്ചിട്ട്. എടാ നിങ്ങളാന്ന് കാരണം എന്നാണ് ഇവർ പറയുന്നത് കേട്ടാ. ചാറ്റ് ഈസ് ദ പ്രോബ്ലം. അതാണ് ചാറ്റാന്ന് പ്രശ്നം. ആ പറ പറ ഒരു ഒറ്റ മിനിറ്റ്. ആ ഒറ്റ മിനിറ്റ്. വിഷം പിടിച്ച അവന്മാരാണ് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ഷെമീർ കുടുങ്ങി, ഷെമീറിന് GTA കയറാൻ പറ്റൂല, അവരെ രക്ഷിക്കുന്നു പറഞ്ഞത്. തന്നെ നിന്റെ ഇവന്റെ വിഷം പിടിച്ച ചാറ്റ് ആരാ വിഷം പിടിച്ച കുടുങ്ങിയ പോലെ ഞാൻ പോയി പറഞ്ഞത്. എന്റെ ചാറ്റിനെ കുറ്റം പറയാണ്ടല്ല. നീ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ സത്യമാണോ ഇല്ലയോ എന്നുള്ളത് നീ അറിഞ്ഞിട്ട് വേണം നീ പറയാന്. അല്ലാണ്ട് ചാറ്റിൽ നിന്റെ 4 ആള് വന്നിട്ട് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ചാറ്റിനെ കുറ്റം പറയാൻ വരും. 4 ആളല്ല ചാറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരുണ്ട്? ഇതിപ്പോ കാണുന്ന 6000 ആളുണ്ട്. ഈ 6000 ആളും പറയണോ? ചാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ നമുക്ക് പടിയേറുന്ന ഒരു സംഭവമാണ് ചാറ്റ് എന്ന് പറയുന്നത്. നിനക്ക് അനുഭവം ഉണ്ടല്ലോ. എടാ സംഭവം ശരി തന്നെ. പക്ഷെ ഒരു കാര്യം അറിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ അറിയാണ്ട് വെറുതെ പറയാൻ പറ്റുവാടാ. ഇതിപ്പോ നോക്കിയപ്പോഴത്തേക്ക് ഇതിപ്പോ സംഭവം എന്ന് പറഞ്ഞാൽ മേക്കിനും ഷേക്കിനും പ്രത്യേകിച്ച് കണ്ടന്റും വ്യൂസ് ഒന്നും ഇല്ല. അതെ ഇങ്ങനത്തെ മുമ്പിച്ചിനെ കാട്ടിട്ട് വേണ്ട. എനിക്ക് ഉള്ള 10 വ്യൂസ് ആണെങ്കിലും ഞാൻ അത് വെച്ചിട്ട് പോകണം. കൊണ്ട് 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 വേറൊരു കാര്യമുണ്ട്. ഷെയ്ക്കിന് 100 വാച്ചിനുണ്ട്. റാംബോ ഭയങ്കര സൈഡാണ്. ഒരു സ്ട്രീമേ ഇല്ല. റാംബോ വേറെ കേസ്. ഷെമീറ ഇനി നീ ഞാൻ പറയാ ഷെമീറ നമ്പർ ലീക്കോ? എടാ നമ്പർ ലീക്കായിന്നാ പറയുന്നത്. എന്തിനാ അറിയോ? റാംബോ നിന്റെ അക്കൗണ്ടിലാ കേറിട്ടാ കളിച്ചിനെ. ഞാൻ ഒരു സന്തോഷ വാർത്ത പറയാം. എല്ലായിടത്തും നമ്പർ ലീക്ക് ആയിട്ടുണ്ട്. അല്ലല്ല ഞാൻ ഒറ്റ കാര്യം ചോദിക്കാം. ഈ നമ്പർ ലീക്ക് എന്ന് പറഞ്ഞത് ചാറ്റാണോ? ആ ചാറ്റാ. അപ്പൊ പിന്നെ ചാറ്റ് അറിയാലോ. ബാക്കി ഞാൻ പറഞ്ഞല്ലോ അത് ഫേക്കാ. അങ്ങനെ ഒരു സംഭവം ഇല്ല. അടുക്ക് ഞാൻ ഒന്ന് കൺഫേം ചെയ്യട്ടെ. ഒറ്റ മിനിറ്റ്. അല്ല എനിക്ക് എന്തോ ഡൗട്ട് അടിക്കുന്ന, എനിക്ക് എന്തോ ഒരു ഡൗട്ട് അടിക്കുന്ന അതിൽ സത്യം ഉണ്ടോ? കോള് വരും. ലീക്കാണ് എന്റെ ഇപ്പൊ കോള് വരും. ഇതാ ഞാൻ പറഞ്ഞത്. ചാറ്റിനെ വളരെ സൂക്ഷിക്കാം. ഇവര് വന്ന് പറയും. 4000 പേര് പറഞ്ഞു നീ ഇന്നസെന്റ് ആണ് ഇന്നലെ. അത് നീ കള്ളനായിയാ, മനസ്സിലായോ? നിന്നെ അതെ അങ്ങനെ വെക്കുമ്പോ ചാറ്റ് പറയുന്ന. അപ്പൊ ചാറ്റിന്റെ പ്രശ്നമാണെന്നാണ് നിങ്ങളെല്ലാം പറയുന്നത്. ഓക്കെ ഷെമീർ ഒരു കാര്യം ചോദിക്കട്ടെ. നിന്നെ പറ്റി വന്ന് ചാറ്റ് ഇവിടെ പറയുമ്പോ ഞാൻ ഇവിടുന്ന് ലൈവിൽ എണ്ണിച്ചു പോയി വിവരാവകാശം കൊടുക്കാം മുനിസിപ്പാലിറ്റി പോയിട്ട്. അതൊക്കെ കൺഫേം ആക്കിട്ട് വന്നിട്ട് എടാ അതിലൊരു സത്യം ഉണ്ടോ അറിയണ്ട. ഒരു ഇതായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു പെണ്ണ് എന്റെ പേരിൽ കരഞ്ഞു എന്ന് പറയുന്നത് അതിൽ സത്യം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കണ്ട. അല്ലാണ്ട് വെറുതെ അങ്ങനെ വന്നിട്ട് പറയാൻ പറ്റുമോ? ഞാൻ പോയി നോക്കി. അല്ലല്ല ഒരു പെണ്ണാണ് ഇത് പറയുന്നത്. മനസ്സിലാക്കണ്ട എന്താ അറിയോ? ഇതില് സീരിയസ് ആയിട്ട് കുറച്ച് ഭാഗങ്ങള്. ഇതിന്റെ വേറൊരു ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കാത്തൊരു ഭാഗം എന്ന് വെച്ചാല് പുച്ച് ഇതേ നീ പറയൂന്ന് എനിക്കറിയാം. വെച്ചോ. ഇവന്മാരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവരെല്ലാം അവിടെ എൻജോയ് ചെയ്യുന്നടാ. ഇവരാടെ എൻജോയ് ചെയ്യുന്നു. ലോട്ട എനിക്ക് പോവാനും പറ്റിയിട്ടില്ല. ഞാൻ പിന്നെ ലൈവ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. എനിക്ക് ലൈവ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ പോയിട്ടില്ല. ഇവരവിടെ പൊളിക്കുന്നു. റിസോർട്ടിൽ പോയിട്ട് അടിച്ച് പൊളിക്കുന്നു പുല്ല്. വീഡിയോ കോൾ ചെയ്യണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ എന്തോ ആകുന്നു. അവർ ഫണ്ട് എടുക്കുന്ന കാണുമ്പോൾ
കുഴപ്പമില്ല, നമുക്ക് നമ്മളെ പരിപാടിയായിട്ട് മുമ്പോട്ട് പോവാം. ഇതാരാന്ന്, ഇത് ഏതെല്ലാം അറിയില്ല, എന്തിനാ എന്നെ വിളിക്കുന്നത്? നമ്പർ ലീക്കായ, ഏതോ ഒരുത്തൻ്റെ നമ്പർ ലീക്കായി പോലും. ഈ മാക്ക് ഉണ്ണാലും പറഞ്ഞിട്ട് കുറേ എണ്ണമുണ്ട് ഓരോരു ചൊറ വലിച്ചു തരാൻ വേണ്ടിയിട്ട്. വെറുതെ ഓരോന്നൊന്നും അറിയാണ്ട് കണ്ട 4 ആൾ ചാറ്റ്, ഇവൻ്റെ 10 ആൾ പറയുന്നതും കേട്ടിട്ട് ഇവൻ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് കൊണ പറഞ്ഞിട്ട് എന്ത് കാര്യം? എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കൊണ ഇളക്കിയിട്ട് എന്ത് കാര്യം? അത് ഒരു പെണ്ണ് ഒരാളെ ഒരു സംഭവം പറയുമ്പോൾ, ഒരു പെണ്ണ് എൻ്റെ പേരിൽ കരഞ്ഞെന്ന് പറയുമ്പം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയണ്ടേ? അല്ലാണ്ട് വെറുതെ വന്നിട്ട് ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ പോക്കാണോ? എന്തെങ്കിലും ബായി തോന്നുന്നത്? ചാറ്റ് പറഞ്ഞു, ചാറ്റ് 10 ആളാണോ ചാറ്റ്? ഇതിപ്പോൾ എത്ര ആൾക്കാരുണ്ട് ഈ ചാറ്റ് ചെയ്യുന്നത്? ഇത്രയും ആളില്ലേ? എന്നിട്ട് ഈ 5 ആൾ പറഞ്ഞെന്നും വിചാരിച്ചിട്ട് GTA ഇങ്ങനെ റോക്സി എന്നെ പറഞ്ഞു കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതാക്കല. എന്തൊരു അപരാധമാണ് ഇത് ചെയ്തത്. ഇതിപ്പോൾ എന്താ, ഇന്ന് ഞാൻ ആ പെണ്ണിനെ വിളിച്ച് വെറുതെ ഇതാക്കി. എന്തിനാ ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നില്ല ഇത് ചാറ്റിൻ്റെ പ്രശ്നമല്ല. ഞാൻ പറയട്ടെ, ഇത് ചാറ്റിൻ്റെ പ്രശ്നമല്ല, ഇത് ഈ പറയുന്ന ഇൻഫർമേഷൻ തരുന്ന ആൾക്കാരുടെ പ്രശ്നമാണ്. ഇത് പറയുന്നതും ഒരു സംഭവം കേട്ട് കഴിഞ്ഞാൽ അപ്പാട് ഇത് സീനാക്കാനും അത് വലിയ പ്രശ്നമാക്കാനും ഇത് കൊട പിടിക്കാനും നടക്കുന്ന ടീമുണ്ട്. ഇവരുടെ പ്രശ്നമാണിത്, ഇവരുടെ പ്രശ്നമാണ്, വേറെ ആരും പ്രശ്നമല്ല. ഇവരുടെ പ്രശ്നമാണ്. ഇതൊരു സംഭവം കേട്ട് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി പോലത്തെ എന്തെങ്കിലും ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവർ അത് പിടിച്ച് വേഗം സീനാക്കാൻ വേണ്ടി വരും. എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അതിൽ സത്യം ഉണ്ടോ, എന്താണെന്ന് ഇത് പറയുന്നത്, എന്നെക്കുറിച്ചാണോ പറയുന്നത്, വേറെ ആരെയും കുറിച്ചാണോ, ഇതിൽ എന്താ ന്യായം എന്നുള്ള ഒന്നും അറിയണ്ട. എന്തേ കിട്ടിയാൽ മതി, അപ്പാട് അതും പിടിച്ചിങ്ങോട്ട് വന്നോളും. ഡെഡിക്കേഷൻ അല്ലടാ, എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഡെയിലി വന്നിരിക്കുക, ലൈവ് ചെയ്യുക, അതെനിക്ക് ഭയങ്കര എനിക്ക് അങ്ങനെ ഒരു ഇത് വന്നു പോയി. അവർ ഇന്നലെ പോയി എന്നെ അത്രയും നിർബന്ധിച്ച് എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ നോക്കിയതാ. ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും വരൂല, എനിക്ക് എന്തായാലും ലൈവ് ചെയ്യണം, എങ്ങനെ ഞാൻ വരൂല എന്ന് പറഞ്ഞു. പിന്നെന്താ പോവായിരുന്നു. ഇപ്പം അവരുടെ വീഡിയോ കോളെല്ലാം ചെയ്യുമ്പോൾ പോകാൻ തോന്നിപ്പോവും, കാരണം അവരുടെ വൈബും ഇതെല്ലാം കാണുമ്പം പോവാന്നുള്ളൊരു തോന്നൽ വന്നു പോകും. അതാ, പക്ഷേ കുഴപ്പമില്ല, എനിക്ക് അതിലും ഹാപ്പിനെസ് ഇത് തന്നെയാണ്. ഡൈന ഗെയിമിംഗ് ലൈവ് 1.52 എന്താടാ ഇത് വിടടാ.